അപ്പോൾ എല്ലാവർക്കും Electroയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഒരു UPS നന്നാക്കാൻ പോവുകയാണ്. UPS എന്ന് വെച്ചാൽ ഒരു കേടായ ഒരു UPS ആണ് നമ്മളിപ്പോൾ നന്നാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന DJ ഡിസൈൻസിലാണ്. ഇപ്പോൾ DJ ഡിസൈൻസിൽ ഒരു UPS ആണ് ഞാനിപ്പോൾ നന്നാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതൊന്ന് നന്നാക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ വീഡിയോസാണ് ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ UPS. ഇതാണ് നമുക്കിന്ന് നന്നാക്കാനുള്ള UPS. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ലൈറ്റ് കത്തത്തില്ല. അതുപോലെ തന്നെ ബസ്സറും കാര്യങ്ങളൊന്നും കേൾക്കണില്ല. ചത്തിങ്ങനെ ഇരിക്കാൻ നമ്മൾ UPS. ഇത് വേണം നമുക്കിന്ന് നന്നാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നൊരു UPS കാണിച്ചു തരാം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്വിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തും. അതിനോടൊപ്പം തന്നെ നമ്മൾ ബസ്സർ കേൾക്കും. ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. ഇതൊക്കെയാണ് നമ്മളെ UPSൻ്റെ വർക്കിംഗ്. പക്ഷേ നമ്മളെ കേടായ UPSൻ്റെ ഇതൊന്നുമില്ല, ചത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വേണം ഇന്നിപ്പോൾ നന്നാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ഊരിപ്പിടുത്ത് വെളിയിലെടുക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ മൊത്തം 4 ഞെട്ടേ വരുന്നുള്ളൂ. അത് ഊരി കഴിഞ്ഞാൽ നമ്മൾ UPS നല്ലോണം ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. വേറെ ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഊരിയെടുക്കാം. സ്ക്രൂ കളയാതിരിക്കുക. സ്ക്രൂ എല്ലാം ഊരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരിയെടുക്കാം. നിങ്ങൾ പയ്യെ ഊരിയെടുക്കുക. വയറൊന്നും ഇളവാത്ത രീതിയിൽ നല്ല സെറ്റായിട്ട് ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് ഊരിയെടുക്കുമ്പോഴത്തേക്ക് ഒരു പിടുത്തം വരും. അത് ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഒരു പിടുത്തം വരും. അപ്പോൾ നമ്മൾ നൈസിന് അത് ഊരി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ബോഡി ഊരി വയ്ക്കുക. അല്ലെങ്കിൽ വയർ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററി. ഇതൊരു 12-19 വാൾട്ടൊക്കെ വരും. ഇതാണ് നമ്മളെ ബാറ്ററി. ബാക്കി നമുക്ക് പുറമേ കാണാൻ കഴിയുന്നൊരു ചിപ്പ് കാണാൻ കഴിയും, ഒരു ബോർഡ്, മെയിൻ ബോർഡ് കാണാൻ കഴിയും, പിന്നെ ഒരു ട്രാൻസ്ഫോമർ. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന UPSൽ മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ക്ലിപ്പ് അവിടെ നിന്ന് ഊരിയെടുക്കാൻ വെക്കും നമ്മൾ ചിപ്പിൻ്റെ അവിടെ നിന്ന്. അതിനുശേഷം കൂടിയ UPS ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത് അതിൻ്റെ ഫ്യൂസ് പോയെന്നാണ്. അല്ലെങ്കിൽ ഫ്യൂസ് പോയാൽ നമ്മൾ നോക്കണം. ഇതിനിപ്പം കൂടിയതല്ല, അത്യാവശ്യം ലോ ലെവലാണ്. അപ്പോൾ നമ്മൾ ഫ്യൂസിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല, ഫ്യൂസൊന്നും ഇതിൽ കാണത്തില്ല. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഇതിൽ കപ്പാസിറ്ററുകൾ, നമ്മളെ ബോർഡിൽ കുറേ കപ്പാസിറ്ററുകളൊക്കെ കാണും. അത് നമ്മൾ പൊന്തി നിൽപ്പുണ്ടോ, അത് പൊട്ടിയിട്ടുണ്ടോ, ലീക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഒരു മഞ്ഞ സംഭവം കാണാക്കും, ഒരു വലിയ മഞ്ഞ കട്ട പോലത്തെ, അതും കപ്പാസിറ്റർ തന്നെ പറയാം. അതും ലീക്ക് ചെയ്തിട്ടുണ്ടോ, പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മളെ ട്രാൻസ്ഫോമർ നമുക്ക് കാണാൻ കഴിയും. ട്രാൻസ്ഫോമറിൻ്റെ അവിടെ വയറും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടോ, വയർ വല്ല എരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കിയാൽ നമ്മൾ ബാറ്ററി നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. 12 വോൾട്ട് അല്ലെങ്കിൽ ബാറ്ററി 12 ആണെന്ന് തോന്നുന്നു. 12 വോൾട്ട് ഔട്ടുണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് 12 വോൾട്ട് ഔട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആംബിയർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്കൂട്ടർ എടുത്ത് തമ്മിലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം സ്പാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ബാറ്ററി ചത്തെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ബാറ്ററിയുടെ പ്രശ്നമാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു UPS ഊരിയെടുക്കാം. നിലവിൽ നമ്മുടെ കയ്യിൽ വേറെ ബാറ്ററി ഇല്ല. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നൊരു UPSൻ്റെ ബാറ്ററി തന്നെ നമുക്ക് എടുക്കാം. അപ്പം അതിലെ ബാറ്ററി നമുക്ക് ഇതിൽ സ്യൂട്ടാവുന്നതായിരിക്കും. UPSൻ്റെ ബാറ്ററികൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മാച്ച് ആവുന്നതായിരിക്കും. നമുക്ക് അതിൽ വയർ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഊരിയതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ അഴിച്ചു കൊടുത്തൊന്ന് ഒതുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രെയിമിലൊന്നും കാണത്തില്ല. ഇതാണ് നമ്മളെ വർക്ക് ചെയ്യുന്ന ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണം. വർക്കാവുന്ന ബാറ്ററി ആയിരുന്നെങ്കിൽ എങ്ങനെ സ്പാർക്ക് വരുമെന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു സ്പാർക്ക് വരും. ഒരുപാട് നേരം ഷോർട്ട് ചെയ്ത് വയ്ക്കില്ല, അത് ബാറ്ററിക്ക് ദോഷമാണ്. ജസ്റ്റ് ഒന്ന് സ്പാർക്ക് വരുന്നോ ഇല്ലയെന്ന് നോക്കണം. അപ്പോൾ ഇത് നല്ല ആംബിയറോട് കൂടിയുള്ള ബാറ്ററി ആയതുകൊണ്ടാണ് നല്ല സ്പാർക്ക് വന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നല്ല ചാർജോടെ ഇരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബാറ്ററി മാറ്റി ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഊരിയ വയറുകളെല്ലാം തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്തൊന്ന് നോക്കാം. ഇനിയിപ്പം ബാറ്ററി വെച്ചതിന് ശേഷം നമുക്ക് ഓണായിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നമായിരിക്കും. ബോർഡിൽ നമ്മളിപ്പോൾ ഒരു പ്രശ്നം നിലവിൽ കണ്ടിട്ടില്ല. ഇനി ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അത് മെനക്കെടുള്ള പണിയാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു. UPS ഓണായിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. UPS ഓണാവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടാണ്. UPS നന്നായി. ബാറ്ററിയുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ UPSന്. അപ്പോൾ നമ്മളെ പണി ഒരുപാട് കുറഞ്ഞു എന്ന് തന്നെ പറയാം. UPSന് ബാറ്ററിയുടെ പ്രശ്നമുള്ളൂ. അപ്പോൾ പുതിയ ബാറ്ററി ഏകദേശം ഒരു 800 രൂപ വില വരും. സെക്കൻഡ് ഹാൻഡൊക്കെ കിട്ടാൻ പാടായിരിക്കും.
പിന്നെ ബാറ്ററി റീയൂസ് ചെയ്യാനായിട്ട് പാടായിരിക്കും, പുതിയ വാങ്ങിയിടേണ്ടി തന്നെ വരും. അപ്പം മറ്റേ UPSന് എന്തായാലും ഒരു 800 രൂപ ചിലവുണ്ട്. നമ്മളിപ്പോൾ നന്നാക്കി ബാറ്ററി മാത്രമേ നന്നാക്കിയിട്ടുള്ളൂ, പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇറ്റ്സ് മീ അരുണസ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.